പൂരിപ്പിച്ച് കൊടുത്ത് ഫോം പൂരിപ്പിച്ചെടുത്തതിന് ശേഷം അവരവിടെ അത് വാങ്ങിച്ചു വെച്ച് നമ്മളോട് ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ബോർഡർ കടന്ന് പോലീസ് ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബാക്കിൽ കാണുന്നതല്ല ജമ്മു ആൻഡ് കാശ്മീർ അല്ലേ? നിങ്ങളങ്ങ് കാണുന്നുണ്ടോറിയില്ല, ലോറികൾ കണ്ടില്ലേ? ഇത് കാശ്മീർ എത്തിയതിൻ്റെ മഞ്ഞല്ല കേട്ടാ, റോഡിൻ്റെ കോലം കൊണ്ട് ബസ് വണ്ടികൾ പോകുമ്പോഴുള്ള പൊടിപടലങ്ങളാണ്. ട്രാവലിംഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് കാശ്മീരിൻ്റെ ബോർഡറിലാണ്. ഇപ്പം നമ്മൾ പോവാണ് കാശ്മീരിൽ, ഹിമാചൽ പ്രദേശ്, ജമ്മു, അതിൻ്റെ ബോർഡർ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ അറിയാലോ കാശ്മീരിലൊക്കെ. അപ്പം കാഴ്ചകളെന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള കാഴ്ചകളാണ്. അപ്പോൾ അത് നിങ്ങളിലേക്ക് പരമാവധി നല്ല ക്ലാരിറ്റിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് പരമാവധി ദൃശ്യ ഭംഗി ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കുന്നതാണ്. എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക, കമൻറ്റ് രൂപത്തിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. ഇന്നത്തെ ഫുഡ് എന്താണെന്നുള്ളത് കാണിച്ചുതരാം. ഇന്നൊരു വെറൈറ്റി ഫുഡ് തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടല്ലേ, ഇതാണ് ഇന്നത്തെ ഫുഡ്. ഇവിടുത്തെ ഇതും പൊറാട്ട തന്നെ കേട്ടോ, മിക്സ് പൊറാട്ട എന്ന് പറയുന്നതൊക്കെ ഈ ഐറ്റമാണ്. പക്ഷെ ഭയങ്കരമായിട്ടുണ്ട്, ഓയിലിയാണ്. പിന്നെ അതുപോലെ അല്ലേ ചീസ് ഇത് മുക്കിയിട്ടാണ്. ഇതിന് ടേസ്റ്റ് ഉണ്ടാവുമെന്ന് പറയുന്നത്. സൂപ്പർ ടേസ്റ്റ് കേട്ടോ, അടിപൊളി ടേസ്റ്റ് അല്ലേ? ഞാൻ കഴിക്കട്ടെ, നല്ല രസമുണ്ട് കഴിക്കാൻ. അപ്പോൾ ചായയും വന്നു, ചായയും കുടിക്കട്ടെ, കുടിച്ചുകൊണ്ട് കാണാം. ഇവിടുത്തെ ഒരു ഓട്ടോറിക്ഷയാണ് ഇത് കേട്ടോ. വഴിയിലിങ്ങനെ കണ്ടപ്പോൾ നിർത്തിയെന്നുള്ളൂ. കാണാനുള്ള ശരിയല്ലേ, പഴയ ഏതോ ഒരു സാധനം പോലെ ഉണ്ട് കാണാൻ. ഓട്ടോറിക്ഷ ഇവിടുത്തെ പാസഞ്ചറുള്ള ബാക്കിൽ. ഇവിടുത്തെ എല്ലാ ഓട്ടോറിക്ഷയും അതുപോലെ കേട്ടോ, ഒരു ഓട്ടോറിക്ഷ പോലും വ്യത്യാസമില്ല. ഒരു പഴയ കാല ഇംഗ്ലീഷ് സിനിമയിലൊക്കെ പോയ ആ ഒരു ഫീലിംഗ് ഉണ്ട് ഈ ഓട്ടോ കാണുമ്പോൾ. അതൊക്കെ ആളുകൾ ഇറങ്ങും പോകില്ലുള്ളൂ, എത്രങ്ങാനും ആളുകൾ കയറി ഇറങ്ങി പോകുന്നു സംഭവം തന്നെ. അറേബ്യൻ സ്റ്റേറ്റ് കോണ്ടാക്ട് നമ്പർ 9794. അപ്പോൾ നമ്മുടെ ഫോം ഇവിടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങളുടെ പേര് പിന്നെ അതുപോലെ ഡീറ്റെയിൽസ്. അപ്പോൾ നമ്മൾ ഫോം പൂരിപ്പിച്ചെടുത്തതിന് ശേഷം അവരവിടെ അത് വാങ്ങിച്ചു വെച്ച് നമ്മളോടൊരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞ് ആ ഫോട്ടോ നമ്മളെടുത്ത് ഇനി നമ്മൾ ബോർഡർ ക്രോസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ബോർഡർ കടന്ന് പോലീസ് ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടുന്ന് ആ ഫോട്ടോ എടുത്തിട്ട് അവർ ഫോട്ടോ ഇവിടെ കാണിക്കാൻ പറഞ്ഞ് അത് കാണിച്ച്. അപ്പോൾ ഇതാണ് അതിൻ്റെ ബോർഡർ. हाँ नहीं, आपका चैनल है? हाँ, हमने भी शुरू किया अभी। क्या नाम? पंगोत्रा ब्लॉग्स। अर्जुन कोई चैनल है? चैनल है? हाँ, चैनल है। क्या नाम चैनल का? सही में पूरा किसे? हाँ नाम? सचिन. हाँ पूरा साथ एक ही ब्लॉग. അങ്ങനെ കണ്ടില്ലേ, വെൽക്കം ടു ജമ്മു ആൻഡ് കാശ്മീർ അല്ലേ? അങ്ങനെ ജമ്മു ആൻഡ് കാശ്മീരിലേക്ക് നമ്മൾ വെൽക്കം ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കത്വയാണ്. കത്വ എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഫേമസ് ആയൊരു സ്ഥലമാണ്. അതായത് ഫേമസ് ആയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു
എല്ലാവർക്കും അറിയാം ഒരു പെൺകുട്ടിയുടെ അത് കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കത്തുവ. അപ്പോൾ കത്തുവയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ലൈം സോഡ കുടിക്കാൻ നിർത്തിയാണ്. കുറച്ച് ഐസ് ഇട്ടുണ്ട് ഈ പാട്ടയിൽ. അത് സൈമൻ്റെ സോഡ. പിന്നെ ഇത് കണ്ടില്ലേ, ഇതെന്താ സാധനം അറിയില്ല. ഏക്കാ പൈസ പാട്ടാ സോഡ इसमें डालेगा. ഇത് ഇതിൽ ഒഴിക്കുന്നതാണ്. അപ്പോൾ ഇതെന്താ അറിയില്ല, ഒരു വെള്ള കളറാണ്. നമുക്ക് നോക്കി നോക്കാം ഇതിലവർ അങ്ങനെ ഉണ്ടാക്കുന്നത്. വാട്ടർ സോഡ എന്നാണ് ഇവർ പറഞ്ഞത്. അതേപോലെ വാടിയിരിക്കുന്നുണ്ട്. എടാ ഓ മറ്റേ പൗഡർ ഇട്ടുണ്ടായില്ല. അല്ലാ സോഡ എങ്ങനെ പൊട്ടിക്കുക ശ്യാമനെ കാണിച്ചു തരാം. സോഡ ഇതല്ലേ ഇങ്ങനത്തെ ഒരു സാധനമാണ്. ഒരു ഗോട്ടി ഇവിടെ ഉണ്ട്. അത് ഇവിടെ വെച്ചിട്ടതാണല്ലേ ഒരു അടിച്ചാണ് അല്ല സോഡ പൊട്ടി. ഞാൻ തന്നെ വട്ടി പിടിച്ചോളാം എങ്ങനെ ഉണ്ടെന്നറിയില്ല. ഒരു പൊടിയുണ്ട്, കുഴപ്പമില്ല, ഓവറായിട്ടില്ല. അങ്ങനെ നമ്മളങ്ങ് ദൂരെ മഞ്ഞുമല കണ്ടു തുടങ്ങി. ദൂരെയാണ് അത്, എത്ര ദൂരം ഓടണം അവിടെ എത്താമെന്ന് അറിയില്ല. എന്നാലും നമ്മൾ ഇവിടെ നിന്ന് ലോങ് തന്നെ മഞ്ഞുമല കണ്ടു തുടങ്ങി. അങ്ങോട്ട് കാശ്മീരിൻ്റെ മനോഹാരിതയും അതുപോലെ നല്ല ഐസ് മഞ്ഞ് കട്ടയിലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാം. ഏകദേശം 2 മലയുടെ അപ്പുറമാണ് കാണിക്കുന്നത്. അത് എത്രത്തോളം ദൂരം ഉണ്ടെന്നറിയില്ല, എത്ര ദൂരം കിലോമീറ്റർ ഓടാമെന്നറിയില്ല. ഇവിടുന്ന് ഇനി കാശ്മീരിലേക്ക് 120 കിലോമീറ്റർ ഉണ്ട്. കാശ്മീരിൻ്റെ താഴ്വരകളാണ് ഈ കാണുന്നത് മുഴുവൻ. വലിയൊരു മലമ്പ്രദേശം എന്ന് പറയും, മലം തന്നെയാണ് ശരിക്കും. അതുപോലെ റോഡ് സൈഡിൽ ഒക്കെ ലോറികളൊക്കെ നിർത്തിയിട്ടുണ്ട്. അത് ഇനി എത്രത്തോളം ദൂരമുണ്ട് മെയിൻ സ്ഥലത്തേക്കെന്നറിയില്ല. നിങ്ങളങ്ങ് കാണുന്നുണ്ടറിയില്ല, ലോറികൾ കണ്ടില്ലേ? ആ ഒരു ചുരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ലൈനായിട്ട് നിൽക്കുന്നുണ്ടോ? എത്രത്തോളം ദൂരത്ത് നിങ്ങൾ കാണുന്നുണ്ടെന്നറിയില്ല, എന്നാലും കണ്ടില്ലേ? सर जम्मू टू कश्मीर how many kilometer? Sorry? Jammu to Kashmir? Jammu to Kashmir around 275 kilometers. 275 kilometer. This way? This way this way will reduce almost 50 kilometer. Difference? It's a shortcut. Shortcut. ഇത് ഒരുപാട് ദൂരം ഇപ്പം അവിടെ ആയിട്ട് ഇവിടെ ആയിട്ട് ഒരുപാട് ദൂരം വ്യത്യാസം. 50 കിലോമീറ്റർ. ഓ ജാക്കറ്റ് ഫീ അവൈലബിൾ കാശ്മീർ? Sorry? Jacket. Riding jacket. Riding or cool, just heating? The cold in Kashmir. You'll get everything in Kashmir. Kashmir, yes. Okay. It's in नाम क्या है यूट्यूब का नाम? YouTube channel name is What a Boy. Waterboy. WHAT what a boy. Okay. And your? Manaf के वो? Sorry? Manaf के. Manaf ke. Vlog. And tasty traveling. Okay. If you want to spend night in Jammu region, then you should go for Patni Top. Patni Top. Yes. So beautiful place. Patni Top, yes. Patni Top. Yes. Okay. Patni Top. Okay. മാപ്പിൽ കിടക്കുന്ന റോഡിൻ്റെ ഇത് കണ്ട, ഇതുപോലെയാണ് കിടക്കുന്നത്. അതുപോലെ അങ്ങോട്ട് മുകളിലോട്ടും കണ്ടില്ലേ, ഫുള്ള് ചുരങ്ങളാണ്. ലോറികൾ ഇങ്ങനെ ബ്ലോക്കായി കിടപ്പുണ്ട്, എത്രത്തോ ലോറികൾ. ഇത് നമ്മൾ അവിടുന്ന് കണ്ട ലോറികളെ പോലെ ഉണ്ടല്ലേ, അങ്ങനെ ഇത്ര. താഴേക്ക് അങ്ങനെ ലോറികൾ കിടക്കുന്നുണ്ടല്ലേ, അതുപോലെ ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് മുകളിലോട്ടുണ്ട്. എത്രയോ ലൈന് മുകളിലോട്ട് കിടപ്പുണ്ട്.
അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ടാണുള്ളത്. ഇവിടെ എന്താ ഉള്ളതെന്ന് അറിയില്ല, നോക്കട്ടെ. खाने का क्या है भाई? क्या खाना? खाने में रोटी होगी, चावल होगी, सब्जी होगी. रोटी चावल सब्जी, दाल राजमा कड़ी. हाँ. അപ്പം നമ്മളുള്ളത് ഇപ്പം നിങ്ങൾ ബാക്കിൽ കാണുന്നതല്ല, ജമ്മുവിലേക്ക് കാശ്മീരിലേക്ക് പോകുന്ന വഴിക്ക് ടണലുണ്ട്. ആ ടണലിൻ്റെ നടുക്കാണുള്ളത്. 2 ടണലാണുള്ളത്. 2 ടണലിൻ്റെ നടുക്കാണ് ലോറികളൊക്കെ വരുന്നത് കാണാൻ നമുക്ക്. ഇതിലെ വ്യൂവേഴ്സാണ്. നല്ല അടിപൊളിയായിട്ട് ലോറികളൊക്കെ പോകുന്നത് വരുന്നതായിട്ടുള്ള കാഴ്ചകളുണ്ട്. അതുപോലെ ഇനി നമ്മൾ ഇന്ന് കാണുന്നത് ജമ്മുവിലെയും കാശ്മീരിലെയും പോയി വരുന്നതുമായിട്ടുള്ള കാഴ്ചകളാണ്. പിന്നെ അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തുണ്ട്. അപ്പം കാഴ്ചകൾ ഇങ്ങനെ പോകുന്ന വരുന്നത് അങ്ങനെയുള്ള ഒരു സീനറി കാഴ്ചകളാണ്. പിന്നെ വേറെ മെയിൻ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റേഞ്ചും കാര്യങ്ങളൊന്നുമില്ല. അതൊരു പ്രോബ്ലമാണ്. ഇനിയിപ്പം കാശ്മീരിൽ എത്തിയിട്ട് വേണം നമുക്കതൊരു പരിഹരിക്കാൻ. അപ്പോൾ നമുക്ക് പോവാം. ഇനിയും നല്ല നല്ല കാഴ്ചകളുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്തിക്കാം. ഫുൾ സപ്പോർട്ട്, കട്ട സപ്പോർട്ടിൽ നിൽക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഇൻസ്റ്റാഗ്രാം ഒരു കാര്യം മറക്കാതെ ഫോളോ ചെയ്യുക. കാരണം ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവിധ അപ്ഡേറ്റ്സും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാഴ്ചയെടുക്കാം അല്ലേ. ഇപ്പോൾ ടണലിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. വലിയ ടണലൊന്നുമല്ല, ഏകദേശം ചെറിയാണ്. ഇത് കാശ്മീരെത്തിയതിൻ്റെ മഞ്ഞല്ല കേട്ടോ, റോഡിൻ്റെ കോലം കൊണ്ട് വണ്ടികൾ പോകുമ്പോഴുള്ള പൊടിപടലങ്ങളാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കാശ്മീരിലെ പത്നി ടോപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. ഇവിടെ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഈ ഒരു ഹോട്ടൽ റെസ്റ്റോറൻറ്റിലാണ്. റൂമിൻ്റെ റിസപ്ഷൻ ഇതാണ്. പിന്നെ വലിയൊരു വരാന്തയുണ്ട്. കിതച്ച് മടുത്ത്. ഇതാണ് റൂം. ഇതാണ് റൂം. ഹീറ്റിംഗ് ഇല്ല. ഇത് ബാത്റൂം. ഹീറ്റർ കാണുന്നില്ല. പിന്നെയുള്ള ഈ റൂമിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്. നല്ല അടിപൊളി വ്യൂ കണ്ടില്ലേ, സൂപ്പർ വ്യൂ ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂം തന്നെ. ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ല ക്ലൈമറ്റ് ആണ്. ഇപ്പം തന്നെ നല്ല തണുപ്പുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല വിറക്കുന്നുണ്ട്. ഈ കോട്ടിട്ട് വരാൻ നല്ല തണുപ്പുണ്ട്. രാവിലെ ഇപ്പോൾ തന്നെ ഏകദേശം കോട ഇറങ്ങി തുടങ്ങി. രാവിലെ ഇതിലും നല്ല കാഴ്ചയായിരിക്കും. ഞാൻ രാവിലെ ഉറക്ക എണീക്കുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. നല്ല കാഴ്ച ഇനി അങ്ങോട്ട് ഉണ്ടാവും. കാരണം എന്താ അറിയോ, നല്ല തണുത്ത കാഴ്ചകളായിരിക്കും ഉണ്ടാകുന്നത്. കാഴ്ച കാണാൻ കൈയൊന്നും തീരെ തണുപ്പ് സഹിക്കാൻ അവിടെ അപ്പൊ നല്ല കാഴ്ചയായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. പിന്നെ പ്രത്യേക കാര്യം, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ഇൻസ്റ്റാഗ്രാം മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. അപ്പം ബൈ ബൈ.